Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. എന്തോരായി പഠിപ്പൊക്കെ? ട്യൂഷനൊക്കെ എന്തോരം വരെയായി? തുടങ്ങിയല്ലേ? ഓക്കെ. ഓക്കെ, ഓക്കെ ഓക്കെ, എല്ലാവരും പഠിപ്പ് തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാത്തവര് സ്റ്റാർട്ട് ചെയ്തോളൂ, ടൈമില്ല നമുക്ക്. ഓക്കെ, ഇത് നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എത്ര വരെ എടുത്തത്? ഇതിന്റെ ബെനിഫിറ്റ്സ് തുടങ്ങി പറയണോ അല്ലെ? ബെനിഫിറ്റ്സ് തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. Benefits of an hospital management system. First one, improved communication between the patient and the hospital. 59% of millennials in willing to switch doctors for better online access, and HMS will enhance communication between patient and hospitals by allowing patient to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. You will have enhanced patient engagement, a reduction in waiting times, and improved patient satisfaction. So, first benefit, improved communication between patient and hospital. പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് HMS-ലൂടെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് സഹായിക്കുന്നത്? എങ്ങനെയാണ് പറഞ്ഞു അല്ലെ? രോഗികൾക്ക് നല്ല രീതിയിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് HMS-ലൂടെ. എന്താണ്? നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി അത് ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? അവർക്ക് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്, ബുക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, ഏത് ഡോക്ടറെയാണ് വേണ്ടത്, ഏത് ദിവസം വേണം എന്നൊക്കെ അവർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? റിസീവ് റിമൈൻഡേഴ്സ് അല്ലെ, റിമൈൻഡേഴ്സ് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരോടും നഴ്സുമാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് HMS-ലൂടെ സാധ്യമാകുന്നുണ്ട്. രോഗികൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് തീർക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? രോഗികളുടെ അവരുടെ ആശയങ്ങൾ തുറന്നു പറയാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ HMS-ലൂടെ സാധ്യമാണ്. അതുവഴി പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ബെനിഫിറ്റ് പറഞ്ഞത് എന്താണ്? പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ട് നല്ല രീതിയിലുള്ള ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആക്കുന്നത് HMS-ലൂടെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധ്യമാകുന്നുണ്ട്. എങ്ങനെയെല്ലാം സാധ്യമാകുന്നുണ്ട്? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാനായിട്ട്, അതുപോലെ റിമൈൻഡേഴ്സ് സ്വീകരിക്കാനായിട്ട്, അതുപോലെ നഴ്സുമാരോടും ഡോക്ടർമാരോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട്, പേഷ്യൻസിന്റെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും അല്ലെ? ഓൺലൈൻ വഴി ചെയ്യുന്നതിലൂടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. അതുവഴി എല്ലാ കാര്യങ്ങളും ഈ HMS-ലൂടെ സാധ്യമാകുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് അത്. ഓക്കെ, ഇനി എന്താണ്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ആൻഡ് HMS helps you maintain hospital data safe and secure. You can control and provide access to authorized personnel only. Make sure to look at HIPAA. Important ആണോ? എക്സ്പെർട്ട് ഫോം ചോദിക്കാം. Complaint software for PHI security. 1 minute ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ മിസ്.
ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ് എന്താണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. HMS-ലൂടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് സേഫ് ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാ സാധ്യമാകുന്നത്? ഇതൊരു നിയമത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. നിയമം അനുസരിച്ചിട്ടാണ് ആ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഏത് നിയമമാണ്? HIPAA. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. HIPAA. Health Insurance Portability, Health Insurance Portability and Accountability Act. അപ്പോ HIPAA എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലുകളില് മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയുള്ള നിയമമാണ്. അതും കൂടി ഒന്ന് ചേർത്ത് എഴുതി വെക്കാട്ടോ. ഇനി എക്സാമിന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ എന്താണ്? ഹോസ്പിറ്റലുകളില് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള നിയമമാണ് HIPAA എന്ന് പറഞ്ഞാല്. ഇനി അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. അപ്പോ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ HMS-ലൂടെ സാധ്യമാണ്. ഇനി അതെങ്ങനെയാ സൂക്ഷിച്ചു വെക്കുന്നത്? ഈ HIPAA അല്ലെ എന്താണ്? ഇതൊരു നിയമമാണ്. എന്ത് നിയമമാണ്? മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള നിയമമാണ് HIPAA എന്ന് പറഞ്ഞാല്. ഇനി അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി HIPAA എന്ന് പറഞ്ഞാല് കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ ആണോ? സെക്കൻഡ് ബെനിഫിറ്റ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ഇത്രയും മാത്രം ഓർത്ത് വെക്കാം. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് HMS സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ HIPAA-യിലൂടെയാണ്. ഇതെന്താണ്? HIPAA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള നിയമമാണ്. ഇനി എന്താണ്? നെക്സ്റ്റ് പോയിന്റ് നോക്കി. നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് ഇംപ്രൂവ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. You can have easy entrance to all patient-related data on system using an HMS. You can also approach data such as patient history, doctors, engaged test results, billing details, and much more with just a few clicks. എന്താ പറയുന്നത്? മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പേഷ്യൻസിന്റെ ഡാറ്റ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നുണ്ട് അല്ലെ. കുറച്ച് ക്ലിക്കുകൾ ചെയ്താൽ നമുക്ക് എന്താണ്? പേഷ്യൻസിന്റെ ഡാറ്റ നമുക്ക് അറിയാനായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങള്, പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസും അതിലൂടെ അറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് അറിയാൻ പറ്റുന്നത്? അതിലൂടെ പേഷ്യൻസിന്റെ ഫുൾ ഹിസ്റ്ററി അറിയാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ ടെസ്റ്റിംഗ് റിസൾട്ടുകള്, ബിൽ ഡീറ്റെയിൽസ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും HMS വഴി സാധ്യമാകുന്നുണ്ട്. ക്ലിയർ ആയോ? പറഞ്ഞത് തന്നെയും പിന്നെയും പറയുന്നതാണ് കേട്ടോ. തന്നെയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 3 ബെനിഫിറ്റ് ഒന്ന് വായിച്ചേക്കോ. പറഞ്ഞ കാര്യങ്ങള് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
PHI മിസ് പറയാൻ മറന്നുപോയതാണ് കേട്ടോ. PHI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇതും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. HMS എന്താ ഒന്ന് പറഞ്ഞു കൊടുത്തേ. HMS എന്താണെന്ന്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് HMS എന്ന് പറഞ്ഞാല്. എന്തായിരുന്നു HMSന്റെ ഫുൾ ഫോം? അതന്നെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, റെക്കോർഡിംഗ് ക്ലാസ് കാണണോട്ടോ നിങ്ങള്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ക്ലാസ്സിൽ കേറാത്തവര് റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് ഇത് നോക്കാം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല മിസ്സുമാര് പറയുന്നത് കേട്ടോ. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ ഒന്നുകൂടി പറയണോ? എന്താണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് HMSലൂടെ സാധ്യമാകുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. ഏത് നിയമമാണ്? HIPAA എന്ന് പറഞ്ഞാല് എന്താണ്? ഹോസ്പിറ്റലുകളില് മെഡിക്കൽ റെക്കോർഡുകള്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകള് സൂക്ഷിക്കുന്നതിനെ പറ്റിയുള്ള നിയമമാണ്. ക്ലിയർ ആയോ? അപ്പൊ അതുവഴിയാണ് ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ റെക്കോർഡുകള് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നത്. ഈ നിയമത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഈ നിയമപ്രകാരമാണ് മെഡിക്കൽ റെക്കോർഡുകള് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ആണ്. PHI എന്ന് പറഞ്ഞാല് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ക്ലിയർ ആയോ? മാച്ച് കഴിഞ്ഞ 3 പോയിന്റും? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. ഏതിന്റെ ഫുൾ ഫോമാ? PHIയുടെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഓക്കെ, കുട്ടികൾ കമന്റ് ഇടുന്നുണ്ട് കേട്ടോ, അത് നോക്കി എഴുതാം. ഇനി നെക്സ്റ്റ് ബെനിഫിറ്റ് നോക്കിയേ. റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. Streamline your hospital workflow by automating routine jobs like appointment or stock management. This decreases the time and effort required to perform these jobs and the turnaround time. It also helps hospital staff to focus on more critical patient care areas. എന്താണ് നാലാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം അല്ലേ? എന്താണ് ഇപ്പോ ഈ HMSലൂടെ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നതിലൂടെ സ്റ്റാഫുകൾക്ക് അവരുടെ എഫേർട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ? HMS വഴിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്, ബില്ലിംഗ് നടത്തുന്നത്, ഇൻഷുറൻസിന്റെ കാര്യങ്ങളായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും എന്താണ് HMSലൂടെയാണ് അല്ലെ ആളുകൾ ചെയ്യുന്നത്, ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ എഫേർട്ടുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്.
അതുവഴി എന്താണ് സ്റ്റാഫുകൾക്ക് കൂടുതലായിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് സാധ്യമാകുന്നു. അതാണ് അതിൽ പറയുന്നത്. ക്ലിയർ ആയോ? HMSലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകളുടെ എഫേർട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ എന്താണ് ഇൻഷുറൻസിന്റെ കാര്യം, അതുപോലെ തന്നെ ബില്ലിങ്ങുകൾ അല്ലെ, ബില്ലൊക്കെ നമ്മൾ പേ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് പേഷ്യൻസിന്റെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള പ്രകാരം ഏത് ദിവസം വേണം, എപ്പോ വേണം എന്നൊക്കെ നോക്കി അവര് തെരഞ്ഞെടുക്കുന്നത്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഓൺലൈൻ വഴിയാണ് അല്ലെ. അപ്പൊ HMSലൂടെ ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നതിലൂടെ സ്റ്റാഫുകളുടെ എഫേർട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുവഴി കൂടുതൽ അവർക്ക് പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്? എന്തായിരിക്കും കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്? നോക്കാം. ഇൻട്രൊഡ്യൂസിംഗ് ആൻ HMS can lead to significant cost saving for hospitals. It helps by reducing administrative overhead, enhancing resource allocation, and reducing the wastage of medical supplies. And HMS can also maximize revenue streams by making sure timely billing and reducing claim denials. എന്താ പറയുന്നത്? HMSലൂടെ നമുക്ക് എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്താണ് HMSലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കോസ്റ്റ് സേവിങ് ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് സാധ്യമാകുന്നത്? നമുക്ക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ചുരുക്കാനായിട്ട് സഹായിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാല്? അറിയോ എന്താണെന്നുള്ളത്? എന്തായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാല്? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകളിനെയാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്ട്ലി വരുന്ന കോസ്റ്റ്, അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ചുരുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ റിസോഴ്സുകളൊക്കെ കൃത്യമായിട്ട് അലോക്കേഷൻ നടത്തി മെഡിക്കൽ സപ്ലൈസ് പാഴാക്കാതെ ഈ സിസ്റ്റം എന്താണ്? സിസ്റ്റം ആണെങ്കിൽ അല്ലെ, നമ്മൾ ഈ സിസ്റ്റത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അധികം എക്യുപ്മെന്റ്സ് ഒന്നും അതിനാവശ്യമില്ല അല്ലെ. എന്താണ് സ്റ്റാഫുകളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ എക്യുപ്മെന്റ്സ്, കുറെ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമായിട്ട് വരും. പക്ഷെ ഈ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അധികം എക്യുപ്മെന്റ്സിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യം ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഒന്നും കൂടിയും പറയാം. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് HMSലൂടെ സാധ്യമാണ് അല്ലെ. നമുക്ക് കോസ്റ്റ് സേവിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ചുരുക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകള്. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകൾ എങ്ങനെ ചുരുക്കാനായിട്ട് പറ്റുന്നുണ്ട്? നമുക്ക് കൃത്യമായിട്ട് HMSലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും, ഓരോ റിസോഴ്സുകളും കൃത്യമായിട്ട് അത് അലോക്കേഷൻ നടത്തി, അതുപോലെ തന്നെ എന്താണ്? മെഡിക്കൽ സപ്ലൈസ് ഒന്നും പാഴാക്കാത്ത രീതിയിൽ അല്ലെ. എന്താണ്? HMS ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ നമുക്ക് അധികം എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പൊ വർക്കേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവർക്ക് എന്താണ്? പല മെറ്റീരിയൽസ് വേണം, പല എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? എക്യുപ്മെന്റ്സിന്റെ ആവശ്യങ്ങളൊന്നും അവിടെ അധികമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, രണ്ട് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 4ഉം 5ഉം പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ ആണോ? Next ആണ് intelligent analytics with automatically generated reports. And HMS can give valuable insights regarding operations by generating real-time report on various metrics such as patient flow, occupancy rate, and income generation. This helps you to make data-driven decisions, improve process, and optimize resources. അപ്പൊ എന്താണ് 6th പോയിന്റിൽ പറയുന്നത്? HMS-ലൂടെ നമുക്ക് ധാരാളം റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ റിപ്പോർട്ട്സുകളാണ്? ഏതൊക്കെയാവാം? പേഷ്യന്റ് ഫ്ലോ, അതുപോലെ തന്നെ ഒക്യുപ്പൻസി അല്ലെ, ഒക്യുപ്പൻസി റേറ്റ്, ബെഡിന്റെ ഒക്യുപ്പൻസി റേറ്റ് ഒക്കെ നമ്മള് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓർമ്മയുണ്ടോ വായിച്ചത്? ഒക്യുപ്പൻസി റേറ്റ് നോക്കാനായിട്ട് അല്ലെ, അവിടെ ഉള്ള ബെഡിന്റെ ഒക്യുപ്പൻസി റേറ്റ് നോക്കാം, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഫ്ലോ, അതുപോലെ തന്നെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എത്രയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം പോയിന്റ്സുകൾ. പേഷ്യന്റ് ഫ്ലോ, ഒക്യുപ്പൻസി റേറ്റ് അറിയാൻ പറ്റും, അതുപോലെ തന്നെ ഇൻകം ജനറേഷൻ. 3 കാര്യങ്ങൾ ആ പോയിന്റിൽ നോക്കി വെച്ചാൽ മതി. ഇതാണ് നമുക്ക് ധാരാളം റിപ്പോർട്ടുകൾ HMS-ലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പേഷ്യൻസിന്റെ ഫ്ലോ, അതുപോലെ തന്നെ ബെഡിന്റെ ഒക്യുപ്പൻസി റേറ്റ്, അതുപോലെ ഇൻകം ജനറേഷൻ, എത്രയാണ് ഹോസ്പിറ്റലിൽ വരുന്ന ഇൻകം അല്ലെ, നമ്മൾ പഠിച്ചില്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെ, എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട്, എത്ര എന്താണ് ഇൻകം വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ, റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധ്യമാകുന്നു. ഇനി എന്താണ് 7th പോയിന്റില്? Centralized administrative control. And HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative processes, which ensure consistency beyond departments. This can enhance efficiency, minimize errors, and better overall patient care. Centralized administrative control ആണ് നെക്സ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ പല പ്രവർത്തനങ്ങളും ഈ സിസ്റ്റത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഇഫക്റ്റീവ് ആയിട്ട് നടത്താനായിട്ട് അല്ലെങ്കിൽ ആക്കാനായിട്ട്, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ ജോബ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നില്ലേ? ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് എഫേർട്ട് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സ്റ്റാഫുകൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ എഫേർട്ട് കുറയുന്നത് മൂലം, ഈ ജോലി എടുക്കുമ്പോൾ അവരുടെ എഫേർട്ട് കുറയുന്നത് മൂലം അവർക്ക് നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ? 2 കാര്യങ്ങളും എന്താ പറഞ്ഞത്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളില് നമുക്ക് എന്താണ്? ഹോസ്പിറ്റലിന്റെ പല പ്രവർത്തനങ്ങളും ഈ സിസ്റ്റത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട്, ആക്കാനായിട്ട്, അതുപോലെ തന്നെ എന്താണ്? അവരുടെ കൺസിസ്റ്റൻസി നമുക്ക് എന്താണ്? പ്രൊവൈഡ് ചെയ്യാനായിട്ട്, പിന്നെ എന്താണ്? ആ സ്റ്റാഫുകൾക്ക് അവരുടെ വർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് ഈ സിസ്റ്റത്തിലൂടെ സാധ്യമാകുന്നു. ഈ സിസ്റ്റം വഴി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മൂലം അവർക്ക് എഫേർട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവരുടെ വർക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എഫേർട്ട് കുറയ്ക്കുമ്പോൾ അവർക്ക് എന്താണ്? പേഷ്യൻസിൽ കൂടുതൽ കെയർ കൊടുത്ത് അവരെ നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് സാധ്യമാകുന്നു. ഓക്കെ ആണോ? 2 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? ഓക്കെ. മിസ് പറയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ വായിക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും കേട്ടോ, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് 2 പോയിന്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. എന്താണ്? ഓക്കെ, ഇനി നെക്സ്റ്റ് 8th പോയിന്റ് ആണ് റെഡ്യൂസ്ഡ് medical errors. And HMS can help reduce medical errors by providing doctors and nurse with update patient informations. അപ്പൊ എന്താ പറയുന്നത്? HMS-ലൂടെ രോഗികളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ, പേഷ്യന്റ് ഇൻഫർമേഷൻസ് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്താണ് നമുക്ക്? ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ് incorrect treatment or adverse drug reactions. അപ്പൊ എന്താണ്? ഇങ്ങനെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് ഓരോ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് HMS-ലൂടെ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്ത് കുറയ്ക്കാൻ പറ്റും? റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ് അല്ലെ, തെറ്റായ രോഗനിർണയം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, തെറ്റായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് വരാനായിട്ട്, അത് കുറയ്ക്കാനായിട്ട്, തെറ്റായ രോഗനിർണയം, അതുപോലെ എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്, അതുപോലെ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധ്യമാകുന്നുണ്ട്. HMS-ലൂടെ കറക്റ്റ് ആയിട്ട് എല്ലാ പേഷ്യൻസിന്റെയും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആയിട്ട് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഈ മിസ് ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട്, ഇതിന്റെ റിസ്കുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? 9th പോയിന്റ് എന്താണ്? റെഡ്യൂസ് അഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ്. എന്താണ്? HMS can also decrease readmissions and rehospitalization rates by ensuring timely follow-ups. These increase patient outcomes and minimize the complaints risk. എന്താ പറയുന്നത്? കോംപ്ലിക്കേഷൻ റിസ്ക്. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞ പോലെ HMS-ലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എന്താണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളായാലും അപ്ഡേറ്റ് ആയിട്ട് നല്ല കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിൽ നോക്കിയാൽ പേഷ്യൻസിന്റെ ഹിസ്റ്ററി കാണാൻ പറ്റും, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ സാധ്യമാണ്. അതിലൂടെ എന്താണ്? പേഷ്യൻസിന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ, വീണ്ടും ഹോസ്പിറ്റലൈസേഷൻ ആകുന്നത് കുറയ്ക്കാനായിട്ട് സാധ്യമാകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിലൂടെ, അപ്ഡേറ്റ് ആയിട്ട് എല്ലാ വിവരങ്ങളും HMS-ലുള്ളത് കൊണ്ട് തന്നെ എന്താണ്? അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലൈസ് ആവാനായിട്ടുള്ള സാധ്യത കുറയ്ക്കുന്നു. ഓക്കെ ആണോ? വായിച്ച് നോക്കി 8ഉം 9ഉം പോയിന്റ് വായിച്ചേ.
ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് പോർട്ടൽ. ആരെ വായിക്കാം? പാരഗ്രാഫ് ഒന്ന് വായിക്കോ? ആരെങ്കിലും ഒരാള്? ആര് വായിക്കോ? ജോബി ഒന്ന് വായിച്ചു. Important features of health information system. Patient portal. The patient portal is an unavoidable feature of the health information system. It is a program like the electronic health record. But what makes it different is that these patients can have secure online entry to their medical records, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online. All they require is a smart equipment to avail themselves of the maximum benefit of the future. Instead of following the age-old process of arranging a doctor's appointment, they may just log into their account in the patient portal, understand the availability of their doctors, and make an appointment according to their convenience and doctor's availability. After arranging the appointment, they can verify the bill and make the payment or set the details for future payments. The popularity of the patient portal is growing day by day since it enhances accessibility for patients and keeps transparency between the patient and their treatment process. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable on it. Okay, thank you. Okay. അപ്പോ നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ആണല്ലേ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് HMS. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് പോർട്ടൽ അല്ലേ? എന്തായിരുന്നു ജോബി വായിച്ചപ്പോ ഇന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പാരഗ്രാഫ് വായിച്ചപ്പോ എന്തെങ്കിലും മനസ്സിലായാ? ഇല്ല. ഓക്കെ, ചെറുതാക്കി പറഞ്ഞു തരാട്ടോ മിസ്. ഓക്കെ, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാല് ഇപ്പോ ഓരോ ഹോസ്പിറ്റലിനും എന്തുണ്ടാവും? ഓരോ വെബ്സൈറ്റ് ഉണ്ടാവും അല്ലെ? ഓരോ ഹോസ്പിറ്റലിനും ഓരോ വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെയാണ് ഒരു രോഗി ലോഗിൻ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഓരോ ഹോസ്പിറ്റലിനും ഓരോ വെബ്സൈറ്റ് ഉണ്ട്, അതുവഴിയാണ് ഒരു രോഗി ലോഗിൻ ചെയ്യുന്നത്. അപ്പോ ഈ പേഷ്യന്റ് പോർട്ടലിലൂടെ ഇങ്ങനെ രോഗി ലോഗിൻ ചെയ്യുമ്പോ, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരുടെ മെഡിക്കൽ റെക്കോർഡിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻട്രീസ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണെന്ന്? പേഷ്യന്റ് പോർട്ടലിലൂടെ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന് ഓരോ വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെയാണ് ഓരോ രോഗിയും ഈ പേഷ്യന്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ അവരുടെ മെഡിക്കൽ റെക്കോർഡ് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇനി അതുവഴി എന്താണ്? അപ്പോയിന്റ്മെന്റുകൾ അവർക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെന്റുകൾ ഓൺലൈൻ വഴി നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ സൗകര്യങ്ങൾ നോക്കാം. എന്താണ് പേഷ്യൻസിന് ഇപ്പോ നമ്മള് അപ്പോയിന്റ്മെന്റ് ചിലപ്പോ ഈ ആഴ്ച എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ആ ദിവസം പോകാൻ പറ്റില്ല. അപ്പൊ എന്താണ്? നെക്സ്റ്റ് ഡേക്ക് നമുക്ക് മാറ്റാനായിട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഈ പേഷ്യൻസിന് അവിടെ ലഭ്യമാണ്. ഇതിലൂടെയാണ് പേഷ്യന്റ് പോർട്ടലിലൂടെ. ഓക്കെ, അങ്ങനെയുള്ള സൗകര്യങ്ങളും HMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും ഉള്ള പാരഗ്രാഫ് കേട്ടോ, ഇത്രയും പഠിച്ചാൽ മതി. എന്താണ് പറഞ്ഞത്? ഓരോ ഹോസ്പിറ്റലിനും പറഞ്ഞുതരാം കേട്ടോ, ഒന്നും കൂടി പറയാം മിസ്. ഓരോ ഹോസ്പിറ്റലിനും ഓരോ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിലൂടെ പേഷ്യന്റ് പോർട്ടലിലൂടെയാണ് ഓരോ രോഗികളും ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ അവരുടെ മെഡിക്കൽ റെക്കോർഡ് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾ നോക്കാനായിട്ട് പറ്റും, അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാൻ പറ്റും, ഡോക്ടേഴ്സിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഏത് ഡോക്ടേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് എന്ന് നോക്കാൻ പറ്റും, അതുപോലെ ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് മാറ്റണമെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. ക്രമീകരിക്കാനായിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ ക്രമീകരിക്കാം, അതുപോലെ അവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ മാറ്റാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നത്, HMS-ലൂടെ സാധ്യമാകുന്നത്. ക്ലിയർ ആയോ? അതാണ് പേഷ്യന്റ് പോർട്ടൽ. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം, അവരുടെ സൗകര്യങ്ങൾ അനുസരിച്ച് അപ്പോയിന്റ്മെന്റ്സ് മാറ്റാം, ഡോക്ടേഴ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കാം, ഡോക്ടേഴ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം, ഓൺലൈൻ വഴി പേയ്മെന്റുകൾ നമുക്ക് അടയ്ക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ HMS-ലൂടെ സാധ്യമാണ്. ക്ലിയർ ആയോ? ഇനി എന്താണ് മെഡിക്കൽ ബില്ലിംഗ് അല്ലെ? നമുക്കറിയാം. ഓക്കെ, മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ, നോക്കിക്കോളൂ. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് features control all the billing work in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billings. Now with the medical billing features, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? പേഷ്യൻസ് ബില്ലിംഗ്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് tracking, and patient process everything can be managed with capabilities. You can even accept a notification alert if there is any delay or other issues in payments, so that you can take action according to the norms. എന്താണ് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാല്? ഓൺലൈൻ വഴിയാണ് നമ്മുടെ മെഡിക്കൽ ബില്ലിംഗ് കൂടുതലായിട്ട് നടക്കുന്നത് അല്ലെ? അങ്ങനെയാണോ? ഓൺലൈൻ വഴിയല്ലേ നമ്മൾ ബില്ലിംഗ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? എറേഴ്സ് ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി ബില്ലിംഗ് നടത്തുമ്പോൾ എറേഴ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോ പേയ്മെന്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കും അല്ലെ, ഇന്ന കാരണം കൊണ്ടാണ് പേയ്മെന്റ് ഡിലേ ആകുന്നത്. ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? പേയ്മെന്റ് നടത്തിയിട്ട് ഡിലേ ആയപ്പോ മെസ്സേജുകൾ ഉണ്ടോ? ഓൺലൈൻ വഴി നടത്തിയപ്പോ എല്ലാവരും ഇപ്പൊ ഓൺലൈൻ വഴിയാണല്ലേ? ഓക്കെ, ചിലർക്കൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ഡിലേ, പേയ്മെന്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ഡിലേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഡിലേ ആവാൻ കാരണം എന്നുള്ളത് നമ്മുടെ ഫോണിലേക്ക് അവർ മെസ്സേജ് അയക്കും. ഓക്കെ, അതാണ് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ബില്ലിംഗിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പേഷ്യൻസ് ബില്ലിംഗ്, അതുപോലെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് ട്രാക്കിംഗ്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ ബില്ലിൽ നോക്കേണ്ടത്. നമുക്കറിയാം എന്താണ് ഓൺലൈൻ വഴി ബില്ലിംഗ് അടയ്ക്കാം, അതുപോലെ തന്നെ എറേഴ്സ് കുറവായിരിക്കും, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നോക്കാം. പേഷ്യന്റ് ബില്ലിംഗ്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് ട്രാക്കിംഗ്, ഇതൊക്കെയാണ് മെഡിക്കൽ ബില്ലിംഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബില്ലിംഗ് ഓൺലൈൻ വഴി ബില്ലിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് അവർ മെസ്സേജ് അയക്കും, ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഡിലേ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് കാര്യങ്ങളും നമ്മളിപ്പോ പറഞ്ഞത്, പേഷ്യന്റ് പോർട്ടലും മെഡിക്കൽ ബില്ലിംഗ്, ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്.
വായിച്ചു കഴിഞ്ഞോ? മനസ്സിലായോ രണ്ട് കാര്യങ്ങളും? പേഷ്യന്റ് പോർട്ടലും മെഡിക്കൽ ബില്ലും കേട്ടോ. ഓക്കെയാണ്, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as a patient portal with patient scheduling, patient can arrange their own appointments by merely logging into their respective account. This way, they neither should wait in line in front of doctor's chamber or clinic, nor require to call the clinic repeatedly to have an appointment. All the facilities will be available 24/7, just a tap away. They can even go with their convenience with their availability of their doctor and make appointments accordingly. This features is beneficial to the care providers too. They can allow their staff test rooms and specially apparatus. എന്താ പറയുന്നത്? ഈ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ, പേഷ്യന്റ് പോർട്ടല് പോലെ തന്നെയാണ് ഈ പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിന്റെ ഉള്ളില് പേഷ്യന്റ് പോർട്ടലും ഉണ്ടാവും, അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷനും ഉണ്ടാവും. പേഷ്യന്റ് പോർട്ടലിന്റെ ഓപ്ഷനും ഉണ്ടാവും, അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗിന്റെ ഓപ്ഷനും ഉണ്ടാവും. അപ്പോ ഈ പേഷ്യന്റ് ഷെഡ്യൂളിംഗിന്റെ ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. ക്ലിയർ ആയോ? വെബ്സൈറ്റില്, ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റില് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലോഗിൻ ചെയ്തിട്ട് കയറാൻ പറ്റും. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ഇനി ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മെഡിക്കൽ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാം, അതുപോലെ ഇപ്പൊ ഡോക്ടറിന്റെ എന്താണ് ചേംബറിന്റെ അവിടെയോ അല്ലെങ്കിൽ എന്താണ് ക്ലിനിക്കിന്റെ അവിടെയൊന്നും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ് 24 hours ഇത് അവൈലബിൾ ആയിരിക്കും. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എപ്പോ വേണമെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? എന്താ പറഞ്ഞത്? വെബ്സൈറ്റിൽ അല്ലെ, ഹോസ്പിറ്റലിലെ വെബ്സൈറ്റില് പേഷ്യന്റ് പോർട്ടൽ എന്ന ഓപ്ഷൻ ഉണ്ടാവും, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ടാവും. ആ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാം. ഇനി അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാം, അതുപോലെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതെന്താണ്, അതിന്റെ സർവീസ് അല്ലെ അല്ലെങ്കിൽ എന്താണ് അതെന്ന് പറയുന്നത് 24 hours അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഡോക്ടറെ കണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എപ്പോ വേണമെങ്കിലും 24 hours അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ഡോക്ടറെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഏത് ടൈം വേണമെങ്കിലും ഡോക്ടറെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ നാളെ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? താങ്ക് യു.